ഈ വണ്ടി ഇങ്ങനെ കുറച്ച് കാലം കാണിച്ച് നമ്മളെ മടുപ്പിച്ചെങ്കിലും പ്രൈസ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഫുൾ വേരിയൻസിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് ഉള്ള പ്രൈസും ബാറ്ററി ആസ് എ സർവീസ് ഇല്ലാത്ത പ്രൈസും എല്ലാ മോഡൽസിൻ്റെ പ്രൈസും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാം. ഇതിൻ്റെ പ്രൈസ് ലീക്കായി വന്ന പ്രൈസ് അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് മിക്കവാറും ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് ആയിരിക്കും. കാരണം ഈ പ്രൈസ് വന്നിട്ട് നമ്മൾ കുറച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് ഇത്. എനിവേ പ്രൈസ് നിങ്ങൾക്ക് കാണാം. സ്റ്റാൻഡേർഡ് മോഡൽ, അതായത് ബാറ്ററി സർവീസ് ഒന്നും ഇല്ലാതെ 15.99 lakhs സ്റ്റാർട്ട് ചെയ്ത് 19.79 lakhs വരെയാണ് പ്രൈസ് വന്നത്. ഇനി ബാറ്ററി സർവീസ് ഉണ്ടെങ്കിൽ 10.99 lakhs സ്റ്റാർട്ട് ചെയ്ത് 14.29 lakhs വരെയാണ് നമ്മുടെ ഡ്യുവൽ ടോൺ ഒന്നും ഇല്ലാത്ത മോഡൽസിൻ്റെ പ്രൈസ് പോകുന്നത്. ബാറ്ററി സർവീസ് എടുക്കുകയാണെങ്കിൽ 3.99 rupees per kilometer ആണ് 14 kWh ബാറ്ററി പാക്കിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ 16 kWh ബാറ്ററി പാക്ക് ആണെങ്കിൽ 4.39 rupees per kilometer ആണ് അതിൻ്റെ കോസ്റ്റ്. ടോപ്പ് എൻഡ് പ്രൈസ് ആക്ച്വലി നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിനെയും കർവീവിനെയൊക്കെ ഇത് അണ്ടർ കട്ട് ചെയ്തിട്ടുണ്ട്. ക്രെറ്റ ഇലക്ട്രിക് ടോപ്പ് എൻഡ് ഓൺ റോഡ് വരുന്നത് 28 lakhs ആണ്. അതും ഇതിനേക്കാൾ ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ വണ്ടിക്ക്. കർവീവി ആണെങ്കിലും ഇതിനേക്കാൾ കപ്പാസിറ്റി കുറച്ച് കുറവാണ്. പക്ഷേ അതിനും 25.5 lakhs ടോപ്പ് എൻഡ് ഓൺ റോഡ് വരുന്നുണ്ട്. ഈ വണ്ടി പക്ഷേ 23.3 lakhs ആണ് ടോപ്പ് എൻഡിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ്. ഈവൻ ബേസിക് വേരിയൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല.